ജനുവരി ഇൻടേക്ക് നിങ്ങൾ മറന്നോളൂ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡ് ഇൻടേക്കും അതുപോലെ സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏജൻസി ആയിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അയ്യോ അത് ഡിലേ ആവും, ഇവിടെ പോയി ഇത് ഡിലേ ആവും. അങ്ങനെ ഒരിക്കലും ഇവിടെ വന്ന് പണിയെടുത്ത് ഫീസ് അടയ്ക്കാം എന്നുള്ള വിചാരണയിൽ ഒരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരണ്ട. ബാച്ചിലേഴ്സ് എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഭയങ്കര കോസ്റ്റ്ലിയാണ് ബാച്ചിലേഴ്സ്. നമ്മുടെ ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങളിവിടെ വന്നിട്ട് അതൊന്നും സാധിച്ചില്ല എങ്കിൽ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ നിങ്ങൾ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വിഷ്വലായുധൻ പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ ഇൻടേക്കിന് മുമ്പിലും ഞാൻ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാറുണ്ട്. അത് വളരെയധികം റീച്ച് ആവാറുണ്ട്. അത് ഒരുപാട് കുട്ടികൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആവാറുണ്ട്. എന്നാലും കുറച്ച് കുട്ടികൾ ഇതെല്ലാം കേട്ടിട്ടും വീണ്ടും മണ്ടത്തരങ്ങൾ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻടേക്കിന് മുമ്പ് ഞാൻ വീണ്ടും ഈ വീഡിയോ ആവർത്തിക്കുന്നതും ഇനി ആ ഇൻടേക്കിലേക്ക് മാക്സിമം നല്ല രീതിയിൽ പോകാനായിട്ട് സഹായിക്കുന്നതും. ഈ ഇൻടേക്കിലേക്ക് വളരെ കുറച്ച് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ വിചാരിക്കും ഇത് ജനുവരി ഇൻടേക്കിലേക്കുള്ള വീഡിയോ അല്ലേ, എന്തുകൊണ്ട് ലേറ്റ് ആയത്? ആക്ച്വലി ഇത് ജനുവരി ഇൻടേക്കിലേക്കുള്ള വീഡിയോ അല്ല. ജനുവരി ഇൻടേക്ക് നിങ്ങൾ മറന്നോളൂ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് മിഡ് ഇൻടേക്കും അതുപോലെ സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് പറയാനുണ്ട്. വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടുകയാണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാതെ കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് തന്നെ, ജനുവരി ഇൻടേക്കിലേക്കുള്ള വീഡിയോ എന്തുകൊണ്ട് ചെയ്തില്ല? ജനുവരി ഇൻടേക്കിലേക്ക് ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിന് മുമ്പ് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ജനുവരി ഇൻടേക്കും കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. എന്നാലും ഒരുപാട് കുട്ടികൾ ജനുവരി ഇൻടേക്കിലേക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടും കിട്ടാണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് അതൊന്നും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ഇട്ടിട്ടും നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത് അത് നമ്മളെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന എല്ലാം പോകുന്നൊരു മലയാളികളുടെ സ്വഭാവമാണ്. പക്ഷേ ഇത് കൺട്രി മാറി, ഇത് UK ആണ്. ലാസ്റ്റ് മിനിറ്റിലോട്ട് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ നിങ്ങളൊരു തെറ്റിദ്ധാരണയാണ് ഇത് കേരളത്തിൽ നിന്നുള്ള മാത്രം ആൾക്കാരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തുക. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പല കൺട്രീസിൽ നിന്നും ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം 15 ലക്ഷം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഇതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചാൻസ് തന്നെയാണ് മിസ്സാവുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഒരിക്കലും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് സമയം കണ്ടുപിടിക്കാതെ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ഷന് നിങ്ങൾക്ക് ഇനിയും ടൈം ലാഗ് അടിക്കുന്നു ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബ്ലോഗേഴ്സ് ഈ അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസും ഇല്ലെങ്കിൽ ഇവിടുത്തെ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഇല്ലെങ്കിൽ കോഴ്സ് പറഞ്ഞത് ഇൻ്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ പറ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇഷ്ടം പോലെ ഇട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ടാവും കേട്ടോ. പക്ഷേ നിങ്ങൾ അതൊന്നും കണ്ടിട്ടും ഇനിയും നിങ്ങൾക്ക് ഡിലേ എടുക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഏജൻസി ചൂസ് ചെയ്യാനുള്ള പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസി ആയിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അയ്യോ അത് ഡിലേ ആവും, ഇവിടെ പോയി ഇത് ഡിലേ ആവും. അങ്ങനെ ഒരു ചിന്താഗതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടൂല. ഓക്കെ, കിട്ടിയാൽ തന്നെ നിങ്ങൾ ആ ഓഫർ ലെറ്റർ പോകാനും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വരില്ല. പല കാര്യങ്ങളും പല കേസുകളിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഏജൻസിയുടെ കേസിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലെല്ലാം ആണെങ്കിലും. ഓക്കെ, ഇവിടെ വിൻ്റർ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നുണ്ട്. ഇടയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസീൻ്റെ ഒപ്പം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഏജൻസി റിവ്യൂസ് നോക്കി നിങ്ങൾ ടൈം കളയുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഓഫർ ലെറ്റർ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഏജൻസിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓഫർ ലെറ്റർ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏജൻസി ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഏജൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ആയിരിക്കണം, ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റിലായി കഴിഞ്ഞിട്ട് ഇനി ഫ്യൂച്ചറിലും ഒരു ഫ്രണ്ട്സിനെ പോലെ ഡീൽ ചെയ്യുന്ന ഏജൻസികളെ ചൂസ് ചെയ്യാനാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏജൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞതോടെ ഞങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിടുന്നില്ല. ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും കോൺടാക്ട് ചെയ്യും. ഇനിയിപ്പോൾ അക്കോമഡേഷൻ ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ കുട്ടികളുടെ അവിടെ വല്ല അക്കോമഡേഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വർക്കുണ്ടോ എന്ന് ചോദിക്കാനും കൂടി ഞങ്ങൾക്കൊരു അവകാശം വരുന്ന രീതിയിലാണ് ഞങ്ങൾ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഓക്കെ, അതേപോലുള്ള ഏജൻസികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടും വൈകാതെ തന്നെ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ ഏജൻസിയും കോഴ്സും നിങ്ങൾ ചെയ്യുക. കോഴ്സ് എടുക്കുമ്പോൾ പ്രീവിയസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് നോക്കുക. മാക്സിമം സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഇതിന് ടൈമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് വീഡിയോസ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനലുകൾ. നിങ്ങൾ കാണുക.
ഓക്കെ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സെറ്റിലാകാൻ പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും തന്നെ അതൊക്കെ കാണണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോസാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സിൻ്റെ പുറകിലോ ഇല്ലെങ്കിൽ ഏജൻസിയുടെ പുറകിലോ ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുറകിലോ പോകേണ്ട ടൈം വരില്ല. അതെല്ലാം നമ്മൾ നമ്മുടെ ഒറ്റ ചാനലിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. മാക്സിമം ഷെയർ ചെയ്യുക. ഇവിടെ 22 ലക്ഷം വേക്കൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് അത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു വഴിമരുന്ന് ഇടുക. അതിന് വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്, ഫീസ് ഒരിക്കലും ഇവിടെ വന്ന് പണിയെടുത്ത് ഫീസ് അടയ്ക്കാം എന്നുള്ള വിചാരണയിൽ ഒരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരണ്ട. അതിനിപ്പോൾ പല ആൾക്കാരും പല വ്ളോഗിലൂടെയും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ വന്നിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അങ്ങോട്ട് ഫീസ് അടയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ. അത് തെറ്റായ ധാരണയാണെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ അതേപോലെ പണിയെടുക്കണം. സ്റ്റുഡൻസ് ആണ് നിങ്ങൾ 20 hours ആണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് ഞാൻ പറയുന്നേ ഇല്ല. അവർക്ക് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഇവിടെ സാധിച്ചു എന്ന് വരാം. ബട്ട് സ്റ്റുഡൻസ് ആയിട്ട് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായും തന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഈ ബാച്ചിലേഴ്സ് എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഭയങ്കര കോസ്റ്റ്ലിയാണ് ബാച്ചിലേഴ്സ്. നമ്മുടെ നാട്ടിൽ തന്നെ ബാച്ചിലേഴ്സ് എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റുന്ന കൺട്രീസിൽ പോയിട്ട് പഠിച്ചിട്ട് വരിക. അതിനുശേഷം മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോഴാണ് നമുക്ക് അഫോർഡബിൾ ആവുള്ളൂ. അതായത് ബാച്ചിലേഴ്സിന് 10-30 ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾ ഒരു വർഷത്തിന് ചിലപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി കഴിഞ്ഞ ദിവസങ്ങൾ മെസ്സേജ് ചെയ്തിരിക്കുക, ചേട്ടാ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് പൈസ അടച്ചിട്ട് ഒരു വർഷത്തെ ഫീസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് പിറ്റേ വർഷത്തിന് ഫീസ് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി കുറച്ച് നാട്ടിലേക്ക് അയച്ച് കടവും വീട്ടി അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളെ ഞാൻ ഒരുപാട് പേര് കണ്ടായിരുന്നു. ഗായ്സ്, ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങളിവിടെ വന്നിട്ട് അതൊന്നും സാധിച്ചില്ല എങ്കിൽ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ നിങ്ങൾ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയുന്നില്ല. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് എതിർപ്പുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്വപ്നം കാണാൻ മാത്രം പഠിപ്പിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അത് പറഞ്ഞു കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അറിഞ്ഞു വരട്ടെ. ഇവിടെ പെട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്ന ഓരോ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസൊക്കെ വരുന്നുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗായ്സ്, ഇവിടെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുക. ഇപ്പോൾ നാളെ നിങ്ങളിവിടെ കയറി വന്ന് ഇവിടെ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിക്ക് പോകാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങളിവിടെ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പൈസ അടയ്ക്കാൻ പറ്റില്ല, നാട്ടിൽ ലോൺ കയറി വരും, ആ വീട് പണയം വെച്ചത് പോവും, നാട്ടിൽ അങ്ങനെയുള്ള കുറേ കേസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ടോട്ടലി ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി വരിക. അങ്ങനെയുള്ള ഒരു സ്വപ്ന ലോകത്തിലേക്കല്ല വരേണ്ടത്. ഇവിടെ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പട്ടിയെ പോലെ പണിയെടുക്കണം. ഇവിടെ പട്ടിയെ പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷേ എല്ലാവരുടെ ബോഡി കണ്ടീഷനും സെയിം പോലെ ആയിരിക്കില്ല. അതിൽ വ്യത്യസ്തകളുണ്ടാകും. ചിലവർക്ക് പണിയെടുക്കാൻ പറ്റും, ചിലവർക്ക് പണിയെടുക്കാൻ പറ്റില്ല. അത് അവരവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ കെട്ടി മെനഞ്ഞ് ഒരിക്കലും UK യിലോട്ട് കയറി വരരുത്. സെപ്റ്റംബർ ഇനി വരുന്ന മിഡ് ഇൻടേക്കിലേക്കും സെപ്റ്റംബർ വരുന്നവർക്ക് ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ് തീർച്ചയായും തന്നെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇനി സെപ്റ്റംബർ ഇൻടേക്കിൽ മിഡ് ഇൻടേക്കിലേക്ക് വരുന്നവർ അക്കോമഡേഷൻ്റെ കേസുകൾ നിങ്ങൾ മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വിശ്വസിച്ച് പൈസ കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യും. ഇവിടെ ഭയങ്കരമായിട്ട് അക്കോമഡേഷൻ ക്രൈസിസ് വന്ന് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കുട്ടികൾക്ക് അക്കോമഡേഷൻ കിട്ടാതെ പല ഹോട്ടൽ റൂമിൽ ഡെയിലി പേ ചെയ്തിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, ചേട്ടാ ഒരു ദിവസത്തേക്ക് കൂടി എനിക്ക് പൈസയുള്ളൂ ഇവിടെ ജീവിക്കാനായി, ഇല്ലെങ്കിൽ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ, എനിക്കൊരു കൊച്ചും അങ്ങനെയുള്ള കേസൊക്കെ ഒരുപാട് വിളിക്കുന്നു. അങ്ങനെയുള്ള കുറേ കേസുകൾ വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേ തന്നെ ഈ അക്കോമഡേഷൻ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, ഏജൻസികളുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏജൻസിയെ കൊണ്ട് തന്നെ കണ്ടുപിടിച്ച് തരാനുള്ള ഒരു സംവിധാനം അവരെ കൊണ്ട് ചെയ്യാനായിട്ട് പറയണം. ഇല്ലെങ്കിൽ എൻ്റെ താഴത്ത് കാണുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ പല വീഡിയോയിലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ ടെലിഗ്രാം ലിങ്കിൽ യൂസ് ചെയ്ത് പാസ് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ 4 പേർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന്. പക്ഷെ ആരും ചെയ്യില്ല കേട്ടോ. മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാലം കടക്കുവോണം മാത്രമായിരിക്കും നാരായണ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം എനിക്ക് മനസ്സിലായ പച്ചയായ സത്യമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടികൾ പോലും തിരിഞ്ഞു നോക്കില്ല. നമ്മൾ അവിടെ നിന്ന് വരുന്ന കൂടെ പാലും തേര് ചക്കര എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മച്ചാനെ ഒരു റെസ്പോൺസും ഇല്ല. അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറ് പോലുമില്ല. ഇതേ കാര്യങ്ങൾ അവൻ നാട്ടിലിരിക്കുന്ന സമയത്ത് ചേട്ടാ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മൾ സമീപിക്കും. നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യുമോ ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു സംഭവം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? റെസ്പോൺസ് പോലും ഉണ്ടാവില്ല. സത്യമായിട്ട്.
വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കുട്ടികൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, എത്രയോ കുട്ടികൾ നമുക്ക് 5 പൈസ ലാഭമില്ലാതെ തന്നെ നമ്മൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഇവർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേ ഹെൽപ്പിനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളും അതേപോലെ ആകാതിരിക്കുക, നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരൊറ്റ ടീമായിട്ട് ബിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ നാളെ ഇവിടെ സെറ്റിൽമെൻറ്റിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പൊരുതാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നാളെ നിങ്ങൾക്കൊരു അനീതി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പോരാടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല ഈ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. അപ്പോൾ അക്കോമഡേഷൻ്റെ കേസിൽ നമുക്ക് മാക്സിമം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഫണ്ട്, അതായത് കുറച്ച് സർവൈവ് ചെയ്യാനുള്ള ഫണ്ട്. ഇപ്പോൾ ഇവിടെ ജോലിയുണ്ട്, ആനയുണ്ട്, ചേനയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കോവിഡിൻ്റെ കാര്യങ്ങൾ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഫണ്ട് കുറച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്തിയ പോലെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനും വന്നത് എണ്ണി തിട്ടപ്പെടുത്തിയ പോലെ തന്നെയാണ്. ഇങ്ങനെ എനിക്ക് ഇത്ര പൈസ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ചെയ്ത്. പക്ഷേ ഞാൻ വന്ന ഉടനെ എനിക്ക് ജോലി കിട്ടി പറഞ്ഞാൽ എണീച്ച് ഞാൻ സ്ട്രീറ്റുകളിലൂടെ നടന്നിട്ടാണ് എനിക്ക് ജോലി ഞാൻ കണ്ടുപിടിക്കാനായത്. ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ്, നിങ്ങൾ തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് വരിക. അതുപോലെ സ്വപ്നം കണ്ട് സ്വപ്നലോകത്ത് ജീവിക്കാനായിട്ട് വരരുത്. ഇനി സെപ്റ്റംബർ മിഡ് ഇൻടേക്കിലേക്ക് പോകുന്ന വിസ ഫയലിങ്ങിൻ്റെ കേസുകൾ ഈ സെപ്റ്റംബർ ഇൻടേക്ക് 2021 സെപ്റ്റംബർ ഇൻടേക്കിൽ മറ്റ് വിസ റിജക്ഷൻസിലൊക്കെ വളരെയധികം കുറവുണ്ടായിരുന്നു. എന്നാലും മറ്റ് തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് വന്നായിരുന്നു. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റിന് നോ വർക്ക് റൈറ്റ്സോ എന്നുള്ള കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ പൊതുവെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവേണ്ട. അത് ഇവിടെ വന്ന് ശരിയാക്കിയാൽ മതി, നാട്ടിൽ നിന്ന് ശരിയാക്കാൻ നിൽക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഡിലേ ആവുന്ന പ്രോസസ്സാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റിയെന്ന് വരില്ല, ക്ലാസ്സിന് കയറാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളെ നോക്കി നിങ്ങളുടെ വൈഫ് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വൈഫിനെ നോക്കി ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്ന് ശരിയാക്കാനും നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ മിസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചിലർ തിരിച്ചു വിടുന്ന പോലെ തന്നെ തിരിച്ചു വിടാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ എല്ലാ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ മാക്സിമം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റിലിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഒത്തുചേരുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏത് സമയം നമുക്ക് വിളിക്കണം എന്നല്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിടാം. നമ്മൾ കാണുന്ന സമയത്ത് മാക്സിമം റിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ആണ്. ആകെ 2-3 വാട്സപ്പ് കൊണ്ട് നമുക്ക് ഇത്രയും മെസ്സേജുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു മെസ്സേജ് വരുമ്പോഴേക്കും അത് ചിലപ്പോൾ ആ മെസ്സേജ് 10-100 ആൾക്കാരുടെ ഇടയിലായിരിക്കും ആ മെസ്സേജ് കിടപ്പോൾ. അത് പിന്നെ എടുത്ത് റിപ്ലൈ തരിക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു മെസ്സേജ് അയച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മെസ്സേജ് അവിടെ തന്നെ പോകും. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഗ്രൂപ്പിൽ വന്ന് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, കാര്യങ്ങൾ സിറ്റുവേഷൻ നിങ്ങളും കൂടി മനസ്സിലാക്കുക. ഞാനൊരു മിഡിൽ ക്ലാസ്സിന് വന്ന് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം എനിക്കും എൻ്റെ കുട്ടിയും എൻ്റെ വൈഫിനെയൊക്കെ നോക്കാൻ, വീട്ടുകാരെയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വ്യക്തമായിട്ടും. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. കാരണം ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു നിങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ സെപ്റ്റംബർ മിഡ് ഇൻടേക്കിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലേ ലിസ്റ്റ് ആക്കാനുള്ള പ്ലാനില്ല കേട്ടോ. ഈ പ്ലാൻ ലിസ്റ്റ് ഞാൻ എൻ്റെ താഴത്ത് തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് വരാൻ പോകുന്നു. അത് 1 by 1 ആയിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ ഇൻടേക്ക് നമ്മൾ ഇപ്പോൾ ഈ നവംബറിൽ തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലേ ലിസ്റ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ കോഴ്സുകളെ കുറിച്ചും വീഡിയോസ്, അതേപോലെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും മറ്റെല്ലാ പലതരത്തിലുള്ള വീഡിയോസ് ഇതിനകത്ത് തന്നെ വരാൻ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റ് നിങ്ങൾ കാണാനായിട്ട് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബണ്ടിൽ ഓഫ് വീഡിയോ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടെ തെറ്റിദ്ധാരണകളും ഇല്ലെങ്കിൽ നേർവഴി കാണിക്കാനും പൈസ കളയാതെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.